ബാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ബാലാക്ഷണധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ. പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ചാരാലോകനമാത്രേണ ഭരിക്കുന്നനുവേലം. ഈ ലീലകളാടുന്നവനാണ്ടിടണമെന്നെ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. സർവാശ്രയമെങ്ങും നിറയുന്നോനപി ഭക്തർക്കിവാറൊരു രൂപം ഭജനത്തിനു ധരിപ്പൂൻ. ആലസ്യമൊഴിച്ച പരബോധം തരണം നീ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലുമൊന്നിങ്ങാലോചന കൂടാത്ത പദത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകെനിക്കൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങവിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തക കാരുണ്യപയോധേ. ഏകീടണമേ സൗഖ്യമെനിക്കൻ പൊടു ശംഭോ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ. ദാരിദ്ര്യമഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം. ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ. ചാപല്യവശാൽ ചെയ്യൊരു പാപങ്ങൾ പൊറുത്തെൻ താപങ്ങളൊഴിച്ചാളണമെന്നല്ലിനി നിത്യം. പാപാപഹമാം നിൻ പദമോർക്കായി വരണം മേ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ. ദാതാവിനുമാ മാധവനും കൂടിയമേയം ദീതാവിധി നിൻ വൈഭവമാരാണുര ചെയ്യുവാൻ. ഏതാനുമിവന്നുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ. മാലുണ്ട തുരപ്പാൻ കഴിവില്ലാ ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥധ്വനിയാണെൻ്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും അംബാസമമിന്നെൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. കുളത്തൂർ കോലത്തുകര ശിവക്ഷേത്രം വെളുത്ത പഞ്ചസാര മണൽ വിരിച്ച വൃത്തിയുള്ളതും മനോഹരവുമായ ക്ഷേത്രവളപ്പ്. ഈ ക്ഷേത്രത്തിലാണ് നാരായണ ഗുരുസ്വാമി ഭദ്രകാളി വിഗ്രഹം ഇളക്കി മാറ്റിയിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ഗുരുവിൻ്റെ ബന്ധുവീടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ഗുരു ഈ ക്ഷേത്രം സന്ദർശിക്കുമായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം കുളത്തൂരിൽ വന്ന ഗുരുവിനോട് ഇവിടുത്തുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആരാധന നടത്തുന്നതിനായി ശിവപ്രതിഷ്ഠ നടത്തിത്തരാമെന്ന് ഗുരു സമ്മതിക്കുകയായിരുന്നു. മദ്യം, മത്സ്യം, മാംസം, ജന്തുബലി കൂടാതെ
കളമെഴുത്തും പാട്ടും, വില്ലിൽ തൂക്കം ഇവയൊക്കെയാണ് ധാരാളം പണം ചിലവഴിച്ച് ഇവിടുത്തുകാർ നടത്തിയിരുന്നത്. ഗുരുവും അനുയായികളും പുനഃപ്രതിഷ്ഠയ്ക്കായി അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. അവിടേക്ക് എഴുന്നള്ളിയ ഗുരു ഭദ്രകാളി വിഗ്രഹം ഇളക്കി മാറ്റാൻ നിർദ്ദേശിച്ചു. പലരും ശ്രമിച്ചിട്ടും വിഗ്രഹം ഇളക്കി മാറ്റാൻ സാധിച്ചില്ല. ഒടുവിൽ ഗുരു തന്നെ അകത്തു കയറി ഒറ്റ കൈകൊണ്ട് വിഗ്രഹം ഇളക്കി പുറത്തു നിന്നവരെ ഏൽപ്പിച്ചു. അതിനുശേഷം ശിവലിംഗം പ്രതിഷ്ഠിച്ചു. 1068 മീനം 13-ാം തീയതി 1893 മാർച്ച് 25 തിരുവാതിര നക്ഷത്രത്തിലാണ് ഗുരു ഈ മംഗളകർമ്മം നിർവഹിച്ചത്. ഗുരുവിൻ്റെ കൽപ്പനപ്രകാരം എടുത്തുമാറ്റിയ വിഗ്രഹത്തിന് ആരാധനയൊന്നും നടത്തുന്നില്ല. നാലമ്പലത്തിനുള്ളിൽ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാസമയത്ത് ഗുരുവിൻ്റെ സമീപം കുമാരനാശാനും ഉണ്ടായിരുന്നു. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ ഇത്രയും പറഞ്ഞിട്ട് ഗുരു കുമാരനെ നോക്കി. ഉടനെ കുമാരനാശാൻ കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ എന്നു പറഞ്ഞ് അത് പൂർത്തീകരിച്ചു. ജടാധാരി സ്വാമികളുടെ സമാധി മണ്ഡപത്തിന് മുകളിൽ ജടാധാരി സ്വാമികൾ വച്ചു പൂജിച്ചിരുന്ന ഗണപതി വിഗ്രഹം ശ്രീനാരായണ ഗുരുസ്വാമി തന്നെയാണ് പ്രതിഷ്ഠിച്ചത്. ജടാധാരി സ്വാമികൾ സമാധിയായി 41-ാം ദിവസത്തെ ചടങ്ങിലാണ് ഗണപതിയെ ഗുരു പ്രതിഷ്ഠ നടത്തിയത്. അതിപ്പോൾ മനോഹരമായൊരു ഗണപതി ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. കൂടാതെ ഷഷ്ടിപൂർത്തി സ്മാരകമായി ഗുരുവിൻ്റെ ഛായാചിത്രം വയ്ക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച സ്ഥാപനമാണ് ഗുരുമന്ദിരമാക്കി മാറ്റിയത്. കോലത്തുകരയിലെ പ്രതിഷ്ഠയ്ക്കു ശേഷം ഗുരു രചിച്ച കൃതിയാണ് കോലതീരേശ സ്തവം. കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ബാലാക്ഷണധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ചാരാലോകനമാത്രേണ ഭരിക്കുന്നനുവേലം ഈ ലീലകളാടുന്നവനാണ്ടിടണമെന്നെ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ സർവാശ്രയമെങ്ങും നിറയുന്നോനപി ഭക്തർക്കിവാറൊരു രൂപം ഭജനത്തിനു ധരിപ്പൂൻ ആലസ്യമൊഴിച്ച പരബോധം തരണം നീ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലുമൊന്നിങ്ങാലോചന കൂടാത പദത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകെനിക്കൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങവിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തക കാരുണ്യപയോധേ ഏകീടണമേ സൗഖ്യമെനിക്കൻ പൊടു ശംഭോ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ ദാരിദ്ര്യമഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്ത്
വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. ചാപല്യവശാൽ ചെയ്യൊരു പാപങ്ങൾ പൊറുത്തെൻ താപങ്ങളൊഴിച്ചാളണമെന്നല്ലിനി നിത്യം. പാപാപഹമാം നിൻ പദമോർക്കായി വരണം മേ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. ദാതാവിനുമാ മാധവനം കൂടിയമേയം ദീതാവിധി നിൻ വൈഭവമാരാണുര ചെയ്യുവാൻ. ഏതാനുമിവന്നുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. മാലുണ്ട തുരപ്പാൻ കഴിവില്ലാ ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥധ്വനിയാണെൻ്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും അംബാസമമിന്നെൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. നാരായണ ഗുരുസ്വാമികളെപ്പറ്റി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്: ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. യാത്രകൾക്കിടയിൽ ധാരാളം മഹർഷിമാരെയും പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്ക് തുറന്നു സമ്മതിക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിലെ സ്വാമി ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് തുല്യനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. നാരായണ ഗുരുസ്വാമികളെപ്പറ്റി സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്: നേരിട്ട് കണ്ടു മാത്രം അറിയേണ്ടതാണ് സ്വാമിയുടെ ചൈതന്യം. ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ തേജസ്സുള്ള മുഖം, ആ മുഖത്തിൽ ആർദ്രത നിറഞ്ഞ ചൈതന്യമുള്ള കണ്ണുകൾ, ആകെ കൂടി ദിവ്യമായ പ്രശാന്തത. നാരായണ ഗുരുസ്വാമികളെപ്പറ്റി സ്വാമി ധർമാനന്ദജി പറഞ്ഞത്: ഗുരുദേവൻ ദീർഘകായനാണ്. ഉദ്ദേശം 6 അടിയോളം ഉയരം, നീണ്ട ബാഹുക്കൾ പൊക്കത്തിനൊത്തവണ്ണം, പുതുനിറം, പുഷ്ടിയും ദാർഢ്യവും ചേർന്ന ഭംഗിയുള്ള അവയവഘടന, സൗന്ദര്യമുള്ള മുഖം. മുഖത്തു നോക്കിയാൽ ശിരസിനുള്ളിൽ അമർത്തിവെച്ച ഒരു കാന്തി മുഖത്തുകൂടി 4 പാടും കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം. കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ. ഗുരുദേവൻ്റെ നോട്ടം രൂപവേഷാദികളിലോ ആഡംബര വസ്തുക്കളിലോ അല്ല, നേരെ ഹൃദയത്തിൻ്റെ അഗാധതയിലേക്കാണ്. നാരായണ ഗുരുസ്വാമികളെപ്പറ്റി സി കേശവൻ പറഞ്ഞത്: സ്വാമിയുടെ കണ്ണുകൾ കഴുകൻ്റെ കണ്ണുകളേക്കാൾ സൂക്ഷ്മമാണെന്നും ആ കണ്ണുകളെ മൂടുവാൻ ഒന്നിനും ശക്തിയില്ലെന്നും കണ്ട് പലപ്പോഴും ഞാൻ ആശ്ചര്യപരതന്ത്രനായി പോയിട്ടുണ്ട്. അനേകം ജന്മങ്ങൾ എടുത്തതിനിടയിൽ സിദ്ധിച്ച സഞ്ചിത വാസനയുടെയും യോഗാഭ്യാസം കൊണ്ടും സമ്പാദിച്ച സിദ്ധികൾ പല പല ആളുകൾക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ സിദ്ധികൾ ലോകരെ ധരിപ്പിക്കണമെന്ന ഉദ്ദേശം ഗുരുവിനില്ലായിരുന്നു. സംഗതിവശാൽ പലർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം. നാരായണ ഗുരുസ്വാമികളെപ്പറ്റി റൊമെയ്ൻ റോളണ്ട് പറഞ്ഞത്: വിസ്തൃതനായ റൊമെയ്ൻ റോളണ്ട് ഗുരുദേവനെ കർമ്മനിരതനായ ജ്ഞാനിയെന്ന് വിശേഷിപ്പിച്ചു. ആധ്യാത്മിക ജ്ഞാനിയാകാതെ കർമ്മരംഗത്തിറങ്ങേണ്ടി വന്നിരുന്നു എങ്കിൽ ഗുരുദേവൻ ഒരു സാധാരണക്കാരനായ വലിയ മനുഷ്യൻ മാത്രമാകുമായിരുന്നു. ശ്രുതിവാക്യപ്രകാരം ബ്രഹ്മജ്ഞാനി ഈശ്വരസ്വരൂപൻ തന്നെയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ അമൂർത്ത രൂപം തന്നെയാണ്.